ഡ്രാഗൺ കുഞ്ഞിനെ പിന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ട് പറത്തി വിടുന്ന വീഡിയോ, അതാരുടെ ഐഡിയ? ഇത് ഇങ്ങനെയുള്ള ക്രിയേറ്റീവ്സ് നോർമലി അഖിലിന്റെ ഇത് കാരണം വെച്ചാൽ 24 hours ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു എൻസിനാ. സത്യം പറഞ്ഞാൽ 2023 തൊട്ട് ഡെയിലി കോണ്ടന്റ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ വീക്കിലി ഒരു 1 million കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തൊരു പ്രശ്നം എന്നുള്ള രീതിയിലാണ് സപ്പാന് വർക്ക് കൊടുത്തിരിക്കുകയാണ്. ആട് 3 ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അതില് തിരക്കാണ്. അപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിലെ കോണ്ടന്റ്സ് ഇതിന്റെ കൂടെ തന്നെ പൊക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് താരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ മനസ്സിൽ തോന്നിയൊരു കോൺസെപ്റ്റാ അത്. പിന്നെ വേറെ ആൾക്കാരൊക്കെ ചെയ്തു തുടങ്ങി. ആ ഒരു കോൺസെപ്റ്റ് ഇട്ട് ഷെയർ ചെയ്ത് ഒരുപാട് അങ്ങ് കയറി പോയായിരുന്നു. ഈ പൂച്ച പല മൃഗങ്ങളെയും പല കാര്യങ്ങളും കൺവിൻസ് ചെയ്യുന്നു, കൊല്ലുന്നു, കറി വയ്ക്കുന്നു, അത് ഭയങ്കര വൈറലാണ്. എന്താ ശരിക്കും ആ വീഡിയോസ് പിന്നെ ക്രിയേറ്റ് ആവാനാകത്ത സർക്കുലേറ്റ് ആവാനുള്ള കാര്യം എന്താ ശരിക്കും? അത് ശരിക്കും തുടങ്ങിയത് പുറത്തുനിന്നാണ്, കൊറിയൻ സൈഡിൽ തുടങ്ങിയതാണ്. അങ്ങനെ ഫണ്ണി എലമെന്റ് ഉണ്ട്. ഈ വിഷ്വലി ഇമോഷണലി ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതൽ ഇട്ടിട്ടുള്ളത്, വിഷം വരുന്ന സാധനങ്ങൾ. അപ്പൊ ഇത് ആൾക്കാർ റിപ്പീറ്റ് വാല്യൂ കൂടുതലാണ്. ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിന്റെ വാച്ച് ടൈം കൂടുതൽ കിട്ടും. ഇത് പെട്ടെന്ന്, കാരണം എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനൽ ഏകദേശം ഒരു 10 വീഡിയോ ഇട്ടപ്പോൾ തന്നെ 1 million കഴിഞ്ഞു ഒരു യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ മാത്രം 10 വീഡിയോ കണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോൾ ഈ ട്രെൻഡ് വരുന്ന ഇടയ്ക്ക് ഒരു ഫൈറ്റിംഗ് ആയിരുന്നു, കൊച്ചിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന സംഭവം. അതൊരു ട്രെൻഡ് കട്ടാവുന്ന സമയത്ത് ഇതങ്ങ് കയറി. ഇപ്പൊ ഇതാണ് ട്രെൻഡ് നിൽക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് കട്ടാവും. അതാണ്, അത് കഴിയുമ്പോൾ അത് കട്ടാവുമ്പോൾ അത് കുറെ പേര് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യും. അത് എളുപ്പമാണ് ക്രിയേറ്റ് ചെയ്യാൻ. നമുക്ക് ഒന്നാമത്തെ കാര്യം സോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേന് വേറെ പല അക്കൗണ്ടിലും ഓടിച്ചാടി നടക്കുന്ന കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ആരെ ക്രിയേറ്റ് ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസിൽ കാണുന്ന സമയത്ത് ഇത് ഓക്കെ, അപ്പോൾ മറ്റുള്ള ആർട്ടിസ്റ്റ് വിചാരിക്കും ഓക്കെ ഇതിപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവം. ഇതൊക്കെ പുറത്തുനിന്നാണ് വരുന്നത്. ഈ കൊറിയൻ, അവിടെ ജപ്പാൻ, അവിടെ നിന്നൊക്കെയാണ് ഈ സാധനങ്ങൾ ഇങ്ങോട്ട് കൂടുതലും വരുന്നത്. ഈ ടൊവിനോ ആൻഡ് ബേസിൽ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഹാഷിന്റെ റീല് മറ്റേ ലുട്ടാപ്പിയും ഇതായിട്ട് ചെയ്യുന്ന അത് ഇട്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു റെസ്പോൺസ്? അയ്യോ, അത് ചുമ്മായിട്ടൊരു സാധനം ശരിക്കും പറഞ്ഞാൽ ഒരു കോണ്ടന്റ് പോണല്ലോ. ഇടയ്ക്ക് മറ്റേ ഇഷ്യൂസ് ഒക്കെ വയലൻസ് നടക്കുന്ന ആ സമയത്ത് ഒരു കോണ്ടന്റ് പോകണമെന്ന് വിചാരിച്ചിട്ട് അതിനെടുത്തിട്ട് വർക്ക് ചെയ്തതാണ്. പിന്നെ അതും അങ്ങ് പക്ഷെ അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ആണ് എങ്കിൽ ഇങ്ങനെ ഒന്ന് ആക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ നിങ്ങൾ ഫിലിംസിൽ നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് അറിയുന്നു. എന്തൊക്കെയാണ് അതിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഫസ്റ്റ് ചെയ്ത മൂവി എന്ന് പറഞ്ഞാൽ പെരുന്നാളാണ്. ഷൂട്ട് നടക്കുകയാണ്. ദെൻ അതിൽ സ്റ്റോറി ബോർഡ് ചെയ്തായിരുന്നു. അപ്പൊ അതൊരു നല്ലൊരു വലിയ മൂവിയാണ്. അപ്പൊ അതിന്റെ കുറെ പോർഷൻസ് സ്റ്റോറി ബോർഡ് ചെയ്തു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ചെയ്തു. രണ്ടാമത് ഇപ്പൊ ചെയ്യുന്നത് ആട് 3 ആണ്. ആട് 3 എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ആർട്ട് വർക്ക്, കോസ്റ്റ്യൂം, മേക്കപ്പ് എല്ലാം റിഫറൻസസ് ഫുള്ള് വർക്ക് ചെയ്തിട്ടുള്ളത്. പെരുന്നാൾ തന്നെ ഫസ്റ്റ് മലയാളം ഫിലിമില് സ്റ്റോറി ബോർഡ് ചെയ്യുന്നത് ഫേസ് ഉൾപ്പെടെ, ക്യാരക്ടറിന്റെ ഫേസ് ഉൾപ്പെടെ യൂസ് ചെയ്യുന്നത് അതിലാണ്. അത് എക്സാക്ട്ലി സീൻ ബൈ സീൻ. ഇപ്പൊ ഷൈൻ ഡൗൺ ജാക്ക് ആ പുള്ളിക്കാരൻ അതിനകത്ത് വരുന്ന സീൻസ് മൊത്തം ചെയ്ത് അതിൽ തന്നെയാണ്. വിനായകൻ ചേട്ടനും എല്ലാവരും അതിൽ തന്നെയാണ് ചെയ്തത്. അതായത് എങ്ങനെയാണോ അവരുടെ ഗെറ്റപ്പ് വരുന്നത്, ആ മൂഡ് എന്താണ്, ടോൺ എന്താണ്, എന്തൊക്കെ എലമെന്റ്സ് അതിൽ ആഡ് ഓൺ ചെയ്യും. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അതെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് സീൻസിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നു. കാരണം ഓരോ ഷോട്ട്സ് എന്നത് വേണമെന്ന് പുള്ളിക്കാരൻ ക്ലിയർ ആയിട്ട് പോയി കണ്ടു, സംസാരിച്ചു, പറഞ്ഞു തന്നു, സ്ക്രിപ്റ്റ് അയച്ചു തന്നു. ആടിന്റെ ആണെങ്കിൽ ഫുൾ സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ട് മൂവിയുടെ. അത് ഫുള്ള് വായിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനെനിക്ക് തോന്നുന്നു കോസ്റ്റ്യൂമിന്റെ സ്റ്റെഫി ചേച്ചിയാണ് അതിന്റെ കോസ്റ്റ്യൂം ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിയുടെ ഫുൾ അത് ഡിസൈൻ ചെയ്ത സാധനങ്ങളിൽ ഒരു ഐഡിയ ആയിരുന്നു നമുക്ക്. ക്യാരക്ടർ ഇങ്ങനെ ഇടുമ്പോ എങ്ങനെ ഇരിക്കുന്ന ഫുള്ള് നമ്മൾ കൊടുക്കും. മുമ്പ് ഫോട്ടോഷോപ്പിൽ നിന്ന് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് വൃത്തിയിടല്ലേ. ഇപ്പൊ ടോട്ടൽ ആ സിനിമയിൽ എങ്ങനെ വരണമെന്ന് ഇപ്പൊ ജയസൂര്യ എങ്ങനെ വേണമെന്ന് നമ്മൾ കാണിക്കും. ഒരു ഫ്രെയിമിന് ഒരു കംപ്ലീറ്റ്നെസ് കൊടുക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റ് വിനായകൻ ചേട്ടനാണെങ്കിൽ എങ്ങനെയാണ് അതിൽ ഓരോ ആംബിയൻസിൽ ഓരോ ഉള്ള ലുക്ക് എന്താണ്. ഇപ്പൊ ആടിനെ നമ്മള് ഓരോ ഡിപ്പാർട്ട്മെന്റിലും സെപ്പറേറ്റ് ഡിസ്കഷൻ ഇരുന്നതിന് ശേഷം എങ്ങനെ AI ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. AI കൊണ്ടുവരണം. അപ്പൊ മിഥുൻ ചേട്ടൻ ട്രിവാൻഡ്രത്ത് വന്ന് മീറ്റ് ചെയ്തു. ലിജോ പോളും മിഥുൻ ചേട്ടൻ വന്നിട്ട് മീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് അയച്ചു തന്നു. പിന്നെ ഫ്രൈഡേ ആണെങ്കിലും നമുക്ക് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വലിയ പ്രോജക്റ്റുമാണത്. അത്രയും വർക്ക് ചെയ്യേണ്ട സ്പേസും ഉണ്ട് നമുക്ക്. നമുക്കും ചെയ്യാൻ സ്പേസ് ഉണ്ട്. ഇപ്പൊ നോർമൽ ഫിലിമില് സ്റ്റോറി ബോർഡ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അത് ഈസി ആണല്ലോ. അതേസമയത്ത് വലിയൊരു പ്രോജക്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് സ്പേസ് കിട്ടും. ആട് 3 1 2 ഒക്കെ മേലെ വരുന്ന പരിപാടിയാണ്. മിഥുൻ ചേട്ടന്റെ കംപ്ലീറ്റ്ലി വേറൊരു പരിപാടി ആയിരിക്കും ആട് 3.
പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയെന്ന് വെച്ചാൽ പ്രൊഡക്ഷന്റെ ഭാഗത്തുള്ള ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ ഭയങ്കര വലുതാണ്. കാരണം വെച്ചാൽ നമുക്കൊരു ക്രിയേറ്റീവ് ഫ്രീഡം അതിലൂടെ തരും. നമ്മളുടെ ഒരു സജഷൻ കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ വലിയൊരു സ്പേസ് ആണ്. കാരണം നമുക്ക് ഒരു ഫ്രീഡം ഓഫ് തിങ്ക് എന്ന രീതി പറയാം നമുക്ക്. മിഥുൻ ചേട്ടനൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ലിമിറ്റേഷൻസും പോസിബിലിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയാം. ധാരണ ഭയങ്കര ഫ്രൈഡേ ഹൗസിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ അവിടെ കൺഫേം ആയി. ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടാണോ ശരിക്കും നിങ്ങൾക്ക് അതെ, വർക്ക് കിട്ടിയത് ഇൻസ്റ്റാഗ്രാമിൽ. നമ്മളല്ലാതെയും ചെയ്തിട്ടുള്ള റെഫറൻസ് ഒരുപാട് മറ്റേ മിസ്റ്ററി ആയിട്ടുള്ള കോണ്ടന്റ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലെ വോക്സ് കണ്ടിട്ട് ചെയ്യാൻ അങ്ങനത്തെ ഒരു എന്റെ അടുത്ത് ഒരു ദിവസം വിളിച്ച് കോൺസെപ്റ്റ് മാത്രം പറഞ്ഞു, സ്ക്രിപ്റ്റ് അയച്ചു. പിന്നെ കൊച്ചിയിൽ മീറ്റിംഗിന് പോയപ്പോൾ സഫാൻ ഇവിടെ ഉണ്ടായിരുന്നു. സഫാൻ പോയി മീറ്റ് ചെയ്തു, സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ടായിരുന്നു, പിന്നെ പ്രൊസീഡ് ചെയ്തതാണ്. പെരുന്നാൾ അടുത്തിടെ അല്ലാതെ ഏതൊക്കെയാ നിങ്ങളുടെ അടുത്തത് ഒരു പ്രോജക്റ്റ് പൃഥ്വിരാജും ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്. ഡിസ്കഷൻ ഇരുന്നില്ല, അതിനാണ് കൊച്ചി ക്യാരക്ടർ സ്കെച്ചസ് ഒക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് മൂവീസിന്റെ. നമ്മള് അങ്ങനെ സ്റ്റോറിയിൽ ഒരുപാട് ഇൻവോൾവ് ആവേണ്ട ഇതൊന്നും വന്നിട്ടില്ല. കംപ്ലീറ്റ്ലി ചെറിയ മൂവീസിൽ ചെയ്തിട്ട് കാര്യമില്ല, കാരണം അതിന്റെ ആവശ്യം വരുന്നില്ല. ഇപ്പൊ വലിയ മൂവീസിലൊക്കെ വരുന്ന സമയത്തോ അത് കാണാൻ ആവശ്യമുള്ളതാണ്. കാരണം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് എലമെന്റ്സ് ഉള്ള ഒരു സൈറ്റിൽ വരുമ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മളുടെ ഒരു സ്ട്രീം കൊണ്ട്. ഈ ഹോളിവുഡിലൊക്കെ AI വരുന്നതിനെതിരെ സമരം നടത്തുക റൈറ്റേഴ്സ്, അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട്. ഈ അങ്ങനെ മൊത്തത്തിൽ ഈ എഴുത്തുകാരുടെയും അല്ലെങ്കിൽ സംവിധായകരുടെ ഒക്കെ പണി, സംവിധായകരുടെ പോയില്ലായിരിക്കും ഒരു പക്ഷേ, എഴുത്തുകാരുടെ മുഴുവനും പണി പോകും. അതായത് സ്ക്രിപ്റ്റ് കൊടുത്താൽ സ്ക്രിപ്റ്റ് തരുന്ന ഒരു AI ഉണ്ടല്ലോ ഇപ്പൊ. അതായത് ഒരു എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് ഒരു റൂമിന്റെ അകത്ത് സിനിമ ചെയ്യാൻ പറ്റും. ഒരു വ്യക്തിക്ക് അത്യാവശ്യം ടൂൾസ് ഒക്കെ അറിയാമെങ്കിൽ, ടൈമും ഉണ്ടെങ്കിൽ, നമുക്കൊരു 1 month 2 month 3 month ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റും. ആ ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞു. പിന്നെ ഓരോ വരുന്ന ഇയേഴ്സിൽ അപ്ഡേറ്റ് ആയി വരികയാണ്. അല്ല, ഞാൻ കുറച്ചുകൂടി ചോദിച്ചോട്ടെ, ഇപ്പൊ AI എന്ന് പറയുമ്പോൾ അവിടെ എറർ ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ മനുഷ്യന്മാരാണെങ്കിൽ മനുഷ്യന്മാരോട് കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ബ്യൂട്ടി വരണമെങ്കിൽ അതിനകത്ത് എറർ വേണ്ടേ? ഉണ്ടാവും. ഓ, അതായത് സ്ക്രിപ്റ്റിംഗിന്റെ വൈസ് അല്ല ഞാൻ പറഞ്ഞത്, ടെക്നിക്കൽ ഡിജിറ്റൽ വൈസ് ചെയ്യുമ്പോൾ എറേഴ്സ് ഉണ്ടാവും. 4-5 വിരലിനും 6 വിരൽ വരും, 8 വിരൽ വരും ഒരു കയ്യിലൊക്കെ. അത് പല വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ നെഗറ്റീവ് പ്രോംപ്റ്റ്സ് കൊടുത്ത് മാറ്റണം. എന്ത് വേണം എന്ന് പറയുന്നതിന്റെ ഒപ്പം തന്നെ എന്ത് വേണ്ടാന്ന് നമ്മൾ പറയാം. കാരണം കൊച്ചുകുട്ടികളെ പോലെയാ, എന്തെങ്കിലും കാര്യം പറയാൻ പറ്റും, അത് മാറും. അത് നെഗറ്റീവ് കോൺസെപ്റ്റ്, നെഗറ്റീവ് പ്രോംപ്റ്റിങ്ങിന്റെ കോൺസെപ്റ്റ് വൈകാതെ മാറും. ഞാൻ എന്റെ കയ്യിലൊരു കഥയുണ്ട്, അതിന്റെ ക്ലൈമാക്സ് എങ്ങനെ വേണമെന്ന് AI-നോട് ചോദിച്ചാൽ സജഷൻസ് 100% തരും. അതിലൂടെ തന്നെ ഇതില് ഇപ്പം റൈറ്റേഴ്സിന്റെ എല്ലാം ജോലി പോകുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാനിപ്പോൾ ഇവിടെ ഇരിക്കില്ല. കാരണം വെച്ചാൽ കനോദര കോണൻ പാർട്ട് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എയ്ഡ്, കാരണം വെച്ചാൽ നമ്മൾ കൂടുതലും സ്ക്രിപ്റ്റ് AI യൂസ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റഡ് ഹ്യൂമൻ്റെ ബേസിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇപ്പോഴത്തെ നിലവിൽ AI നിന്ന് കിട്ടാൻ കുറെ ബുദ്ധിമുട്ടുണ്ടാവും. എപ്പോഴും വിളിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, പൊന്നു ബ്രോ സാധനം വളരെയാണ്, ജോലിയൊക്കെ പോവും. ഇത് എപ്പോഴും പറയാറുണ്ട്. കാരണം ChatGPT ആണെങ്കിൽ പോലും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഈ ട്രെയിനിങ് ഡേറ്റാസ് അവർക്ക് മലയാളം ഇപ്പോൾ ഒരു ലക്ഷക്കണക്കിന് സ്ക്രിപ്റ്റ് മലയാളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ ട്രെയിൻഡ് ആയി കഴിഞ്ഞു. പിന്നെ ബ്രോയ്ക്ക് വേണ്ട സാധനം ഇന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമനൈസ് ചെയ്തിട്ടുള്ള സാധനം കിട്ടും. ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഒരു ഇമേജ് കാണുമ്പോൾ നമ്മൾ ചോദിക്കും മച്ചാൻ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്താലും ചോദിക്കും. 1 മണിക്കൂർ ആവുന്നതിന് മുന്നേ പുള്ളി സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടാവും. ഞങ്ങൾ ചെയ്തതിലും കൂടുതൽ ചെയ്യാത്ത സ്ക്രിപ്റ്റുകൾ. അപ്പൊ പുള്ളി അത്ര സ്പീഡാണ്. ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് പെട്ടെന്ന് സ്ക്രിപ്റ്റ് ചെയ്തുന്ന ആളുകളെ കണ്ടിട്ടില്ല. പിന്നെ ബേസിലൈനെ കണ്ടപ്പോഴൊക്കെ നമ്മൾ ചോദിച്ചൊരു ചോദ്യം, ബേസിലൈൻ ചോദിച്ചാണ്, അതായത് നമ്മളിപ്പോ ഓരോ ഡൗട്ട് ചോദിക്കുമല്ലോ ChatGPT-ലാണെങ്കിൽ അതെല്ലാം റെക്കോർഡഡ് ആണ്. നമ്മളിപ്പോ ബ്രോ ഒരു സ്ക്രിപ്റ്റ്, ബ്രോയുടെ മൂവിയുടെ സ്ക്രിപ്റ്റ് ഇപ്പോൾ ചാറ്റിന് കൊടുക്കുകയാണ്, ChatGPT കൊടുത്തിട്ട് എനിക്ക് ഇന്ന സാധനം വേണമെന്ന് പറയണം. അപ്പൊ ഇത് ഡേറ്റ കളക്ട് ചെയ്യുകയാണ്. ഇത് വേറെ ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് അവിടെ കൊടുക്കും. ഇതെല്ലാം ഇപ്പൊ ഗിബ്ലി സ്റ്റൈലൊക്കെ വന്നില്ലായിരുന്നു, അതൊക്കെ ഭയങ്കര വിവാദമായതാ.